ഹേ ഗൈസ്, അപ്പം ഞാൻ വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസും അതുപോലെ കമൻസും ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ കാലറീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. കാരണം ഞാൻ ഡയറ്റ് എടുത്തത് കാലറീസ് കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മൈ ഫിറ്റ്നസ് പാൽ എന്ന് പറഞ്ഞ ആപ്പാണ്. ആ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് മാത്രമല്ല ഫ്രീ ആയിട്ട് യൂസും കൂടെ ചെയ്യാം കേട്ടോ. സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നും വേണ്ട. ബിക്കോസ് നമ്മളൊരു നോർമൽ ബേസിക് ആയിട്ടുള്ള കാര്യം ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാലറീസ് എത്രയാണെന്ന് നോക്കുക. ആ ഒരു പരിപാടി മാത്രമേ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീമിയം ലെവലിലോട്ടൊന്നും നമ്മൾ പൈസ അടച്ച് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങളെ കേസാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ പുതുതായിട്ട് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിൽ ആദ്യം തന്നെ ഒരു ഇൻ്റർഫേസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് വെയിറ്റ് എത്രയാണ്, നമ്മുടെ ഗോൾ എത്രയാണ്, അതല്ലാണ്ട് ഈ കറൻറ്റ് വെയിറ്റിൽ നിന്ന് നമ്മുടെ ഗോൾ വെയിറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ നമ്മളിപ്പം എന്താ പറയുക വിചാരിച്ചിരിക്കുന്ന ഒരു സമയം എത്ര. അതായത് ഇപ്പോൾ 60 kg ഉള്ള ഒരാൾക്ക് 50 എത്തണം. പക്ഷേ അയാൾക്ക് ആ ഒരു ചേഞ്ചിന് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷന് വെറും 1 മാസമേ വെയിറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ വരുമ്പം ആ 1 മാസമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു നമ്മൾ കൊടുക്കുന്ന പീരിയഡ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഡാറ്റയും കൂടെ നിങ്ങൾ അതിനകത്ത് എൻ്റർ ചെയ്യേണ്ടി വരും. അത് പോരാത്തതിന് നമ്മൾ ഹൈറ്റും കൂടെ ചോദിക്കും കേട്ടോ. ഈ 4 കാര്യങ്ങളാണ് ആയിരിക്കും മെയിനായിട്ട് നമ്മൾ ഈ ഒരു ആപ്പ് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന നേരം നമ്മളോട് ചോദിക്കുന്നത്. അതായത് ഫസ്റ്റ് ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിലേക്കുള്ളൊരു എൻട്രി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഡാറ്റാസ് എൻറ്റർ ചെയ്തിട്ട് വേണം. ഇപ്പോൾ എൻ്റെ കേസാണെങ്കിൽ ഞാൻ വെയിറ്റ് ഉണ്ടായിരുന്നത് 59.5 kg ആണ്. എനിക്ക് എൻ്റെ ഗോൾ എന്ന് പറയുന്നത് 53 kg. അപ്പോൾ അതിന് ഞാൻ എടുത്ത സമയം, ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 to 3 മന്താണ്. ഓക്കെ. പക്ഷേ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മന്ത് കാലറീസൊക്കെ കട്ട് ചെയ്തു. ഞാൻ 59.5 ഡയറക്റ്റ് ഞാനിപ്പം 55 ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഗോൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഗോളായിരിക്കും ഇവിടെ തരിക കേട്ടോ. അപ്പോൾ എൻ്റെ കേസിൽ 1200 ഗോൾ എന്ന് വെച്ചാൽ ഞാനൊരു ദിവസം 1200 കാലറി ഫുഡേ കഴിക്കാവൂ. അതായത് എൻ്റെ കണക്ക് പ്രകാരം, അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നത് 2 to 3 മന്താണെങ്കിൽ ആ ഒരു ടൈമിൻ്റെ ഇടയിൽ ഈ 59 53 2 to 3 മന്തിൻ്റെ ഇടയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ 1200 ഫുഡേ കഴിക്കാവൂ. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. ഇനി ഇതിൽ നോക്കുന്ന നേരം നിങ്ങൾക്ക് കാണാം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്ക്, എക്സസൈസ്, വാട്ടർ. ഇതാണ് മെയിനായിട്ട് വരുന്ന 6 ഓപ്ഷൻസ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളിപ്പോൾ പുട്ടാണ് കഴിച്ചെങ്കിൽ ഇപ്പോൾ പുട്ട് എന്നുള്ള ആ സെർച്ച് ബാറിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലേ. ഇപ്പോൾ ഇവിടെ പുട്ടുണ്ട്. അപ്പോൾ പുട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എത്ര ഗ്രാമാണ് കഴിച്ചതെന്നുള്ളത് ജസ്റ്റ് ഒരു കണക്ക് വെക്കുക. ഓക്കെ. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഇപ്പം മെഷർ ചെയ്യാനായിട്ടുള്ള സാമഗ്രികളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീട്ടിൽ അത് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ കറക്റ്റ് മെഷറൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മാസം എന്താ പറയുക കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇപ്പം ഞാൻ സപ്പോസ് നമ്മളിപ്പോൾ പുട്ട് ഏകദേശം ഒരു 50 ഗ്രാമാണ് കഴിക്കുന്നതെന്ന് വെക്കാം. അപ്പോൾ 50 ഇട്ടിട്ട് അവിടെ ടിക്ക് ഇട്ട് കൊടുത്താൽ ഫുഡ് ലോഗ്ഡ് എന്ന് കാണാം. എന്ന് വെച്ചാൽ നമ്മുടെ എന്ത് ചെയ്തു, നമ്മൾ പുട്ട് എന്ത് ചെയ്തു, നമ്മുടെ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സെഷനിലോട്ട് വന്നു. ഇനിയിപ്പോൾ കറിയായിട്ട് ഞാൻ കഴിക്കുന്നത് എഗ്ഗ് കറിയാണെങ്കിൽ ഞാൻ എഗ്ഗ് കറി എടുത്തു. 1/2 കപ്പാണ് കഴിച്ചെങ്കിൽ നോക്കിക്കേ, 1/2 കപ്പ് എടുത്തു. എന്നിട്ട് ആ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഫുഡ് കഴിക്കുന്നതിനേരും അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ കാലറി കൂടി കാണാം. ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ പുട്ട് നിറപറ 50 ഗ്രാമിന് 185 കാലറിയാണ്. എഗ്ഗ് കറി ഹോം മെയ്ഡ് 1 കപ്പ്, അതായത് നമ്മൾ എന്താണ് 180 കാലറി. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കാലറീസും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ടോട്ടൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെക്കുന്നത് 365 കാലറിയാണ്. ഇനി നമ്മൾ നേരെ മേലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം 835 കാലറി റിമൈനിങ്. എന്ന് വെച്ചാൽ ഇന്നേ ദിവസം ഇനി നമുക്ക് ബാക്കി കഴിക്കാൻ പറ്റിയ 835 കാലറിയാണ്. 835 കഴിച്ചാൽ എന്തായി, അത് 1200 ഓക്കെ. നമ്മുടെ ആ ഒരു ലിമിറ്റ് എത്തി. അതിലൊരിക്കലും മുകളിലോട്ട് പോകരുത്. അതായത് കുറഞ്ഞാലും ഓക്കെയാണ്, എന്ന് വെച്ചാൽ 1000 കഴിച്ചാലും ഓക്കെയാണ്. പക്ഷേ 1200 മേലേക്ക് പോകരുത്. എന്ന് വെച്ചാൽ എൻ്റെ കണക്ക് പ്രകാരം, മേ ബി നിങ്ങളെ കണക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഓക്കെ, അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് നോക്കുക. പക്ഷേ 1000 എന്ന് പറയുന്നത് ഒരു മിനിമം ആയിട്ടുള്ള കാലറിയാണ്. നമുക്കിപ്പം ഒരു ദിവസം ഒരു 1000 കാലറി മതി. ഇപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ. ഓക്കെ ആണോ?
ഇനി അടുത്തത് ലഞ്ചിന് ഇതേപോലെ ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡിന്നറിനും അതേമാതിരി നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 എണ്ണമാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ചേഞ്ച് ചെയ്യാം, സെർവിങ് സൈസിൻ്റെ അവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചപ്പാത്തി, പിന്നെ അതിൻ്റെ കൂടെ കറിയായിട്ട് എന്താ നമ്മൾ കഴിക്കുക, അപ്പോൾ ഫിഷ് കറി ആണെങ്കിൽ ഓക്കെ, ഫിഷ് കറി പോട്ടെ. അതായത് ഫിഷ് കറി നമ്മളിപ്പോൾ ഏകദേശം, അല്ലെങ്കിൽ കറി ഫിഷ് അല്ലെ, നമ്മളിപ്പോൾ ഒരു മീൻ കറി വെച്ച മീനാണെങ്കിൽ നാട്ടെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരു 60 ഗ്രാമാണ് അതിൻ്റെ ഒരു പീസ് വരുന്നെങ്കിൽ അത് കൊടുത്തു. ഇപ്പോൾ നോക്കിക്കേ, നമുക്ക് കറക്റ്റായിട്ട് ഓരോന്നും കാണാം അല്ലേ. അതായത് ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇനിയിപ്പോൾ സ്നാക്സിനും കൂടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് നമ്മൾ വിചാരിക്കും ഒരു ബനാന കഴിച്ചെന്ന്, ബനാന നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു, അത് വന്നിട്ട് 45 കാലറി. ഇനിയിപ്പോൾ വെള്ളം നമ്മൾ കുടിച്ചു, ഒരു 2 ലിറ്റർ വെള്ളമൊക്കെ നമുക്ക് എന്താ ഈസി ആയിട്ട് ഒരു ദിവസം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ, അധികം വിശപ്പ് ഫീൽ ചെയ്യത്തില്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ഓപ്ഷൻ. ഇനി സപ്പോസ് നമ്മളിപ്പം എക്സസൈസൊക്കെ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന നേരം എക്സസൈസിന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സസൈസൊക്കെ ചെയ്യുന്ന നേരം അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട്, എന്നിട്ട് കംപ്ലീറ്റ് ഡയറി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രസ് കാർഡ് പോലെ ഇതിനകത്ത് വരും. അതായത് നമ്മുടെ കാലറി പ്രകാരം കറക്റ്റായിട്ട് നമ്മൾ കഴിച്ചോ, ഇനഫായിട്ട് കഴിച്ചോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. ഇതിപ്പോൾ ഞാൻ ഒരു ഡെമോ ആയതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇനഫായിട്ട് നമ്മൾ അതായത് ഇന്നത്തേക്ക് വേണ്ട ടോട്ടൽ കാലറീസ് നമ്മൾ പ്രോപ്പറായിട്ട് കൺസ്യൂം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് വന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇതൊരു ഡെമോ ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമേ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ആപ്പ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. കാരണം എന്നോട് കുറച്ചധികം പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ചില ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ത്രൂ മേ ബി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഞാൻ. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, നമുക്ക് വേണ്ട ഡേറ്റാസ് അടിച്ചു കൊടുക്കുക, കറൻറ്റ് വെയിറ്റ്, അതുപോലെ നമുക്ക് എത്ര വെയിറ്റിലേക്ക് എത്തണം, അതിന് നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സമയം, അതും കൂടെ കൊടുത്താൽ നമ്മുടെ ഒരു ഗോളായിട്ടുള്ളൊരു കാലറി കണക്ക് വരും. ആ കാലറി കണക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് മാത്രം കഴിക്കുക, അതിൽ ഒരിക്കലും എക്സീഡ് ചെയ്ത് പോകാണ്ടിരിക്കുക. ഒരു ഇച്ചിരി കുറഞ്ഞാലും ഓക്കെയാണ്, എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കുറയരുത്, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മിനിമം നമ്മുടെ ബോഡി എന്താ പറയുക, മെറ്റബോളിസം ഒക്കെ മര്യാദയ്ക്ക് നടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാലറി കണക്കിൽ നമ്മൾ കഴിക്കുക, നമ്മുടെ ലിമിറ്റിൽ കൂടാണ്ടിരിക്കാം. അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ, ഞാൻ ഈ 30 ദിവസമായിട്ട് കാലറീസ് ബേസ് ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറച്ച് എക്സസൈസസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള എക്സസൈസ് അല്ല, ഒരു ബിഗിനറിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ മൈൽഡായിട്ടുള്ളൊരു 10 to 15 മിനിറ്റ്സ് ഒക്കെ തന്നെ ഞാൻ എക്സസൈസസ് ചെയ്യാറുണ്ട് കേട്ടോ. അധികം ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് ജസ്റ്റ് മൈ ഫിറ്റ്നസ് പാൽ ആപ്പ് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് കാലറി നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂടെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഇൻഫോർമേഷനും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൽ.